നിന്റെയും പേരുണ്ട്, നീ കൂടി വാടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് എന്നെ പിടിച്ചത്. സ്റ്റേഷനിൽ വെച്ച് എന്നെ മാരകമായി മർദ്ദിച്ചു. അതിനുശേഷമാണ് എൻ്റെ സഹോദരനെ കണ്ടത്. അവനെയും പോലീസ് ഉപദ്രവിച്ചിരുന്നു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഞാൻ കുറ്റം സമ്മതിച്ചു. മരണപ്പെട്ട അങ്കിളിനെയും ആൻറ്റിയെയും എനിക്കറിയില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല. എനിക്ക് അവരോട് യാതൊരു വിരോധവുമില്ല. 2014 ഡിസംബറിൽ റാന്നി നഗരമധ്യത്തിലെ വീട്ടിൽ വൃദ്ധദമ്പതികൾ ദാരുണമായി കൊല്ലപ്പെട്ട കേസിൽ പോലീസ് അന്യായമായി പ്രതിയാക്കുകയും പിന്നീട് CBIയുടെ അന്വേഷണത്തിൽ നിരപരാധിയെന്ന് കണ്ടെത്തി വിട്ടയക്കുകയും ചെയ്ത ഉത്തർപ്രദേശുകാരൻ ഇല്യാസ് അലിയുടെ മൊഴിയാണ് ഞാൻ ഈ വായിച്ചത്. കൊലക്കത്തിയടക്കം വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഇല്യാസ് അലി, സഹോദരൻ സമീർ അലി എന്നിവരെ കുടുക്കിയതിന്റെ വിശദാംശങ്ങൾ CBI കണ്ടെത്തിയിട്ടുള്ളത് റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം മാധ്യമ സിൻഡിക്കേറ്റ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നു. CBI റിപ്പോർട്ടിൽ എടുത്തു പരാമർശിച്ചിട്ടുള്ള 2 പ്രതികളുടെയും മൊഴികളുടെ പൂർണ്ണ രൂപമാണ് മാധ്യമ സിൻഡിക്കേറ്റ് ഇന്ന് പുറത്തുവിടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ മൊഴി അതുപടി എടുത്ത് ഉദ്ധരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. പകരം വസ്തുതയാണെന്ന് CBI സ്ഥിരീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടി സ്വീകരിക്കുകയും ചെയ്ത മൊഴികളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. വല്ലാത്തൊരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇല്യാസ് അലിയെ പോലീസ് കേരളത്തിൽ എത്തിക്കുന്നതും പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നതും. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ റാന്നി കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഇല്യാസ് അലി കേരളത്തിലേ ഇല്ലായിരുന്നു. ഉത്തർപ്രദേശ് ഫൈസാബാദിൽ സൈക്കിൾ റിക്ഷ ഓടിച്ച് ജീവിക്കുകയായിരുന്നു അയാൾ. 2014 ഫെബ്രുവരി പകുതിയോടെ ഇല്യാസിന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് റാന്നിയിൽ നിന്ന്. വിളിക്കുന്നത് മകൻ സമീറിന്റെ ഭാര്യ ചാന്ദിനി. അതായത് റാന്നി കേസിൽ പിന്നീട് 2ാം പ്രതിയായ ഇല്യാസിന്റെ അനുജൻ സമീറിന്റെ ഭാര്യ. പേടിച്ചു വിറച്ച് അവർ പറയുന്നത് ഏതോ ഒരു കേസിൽ സമീറിനെ പോലീസ് പിടിച്ചിരിക്കുന്നു, ഇല്യാസ് നേരിട്ടെത്തിയാൽ മാത്രമേ വിട്ടയക്കൂ എന്നാണ്. ഇതോടെയാണ് പലരിൽ നിന്നായി വണ്ടിക്കൂലിക്കും മറ്റ് ചിലവിനുമെല്ലാം പണം കടം വാങ്ങി ഇല്യാസും അമ്മയും കേരളത്തിലേക്ക് തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ പോകരുതെന്ന് പലരും വിലക്കിയെങ്കിലും മറ്റു വഴിയൊന്നുമില്ലാതെ പുറപ്പെട്ടു. വരുന്ന വഴിയിൽ തന്നെ ഇല്യാസിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുടൻ മാരക മർദ്ദനം തുടങ്ങിയെന്ന് ഈ മൊഴിയിൽ പറയുന്നു. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സഹിക്കാനാകാതെ ഇല്യാസ് കുറ്റം സമ്മതിച്ചു. ഇരട്ടക്കൊലപാതകത്തിന് താനും ഉണ്ടായിരുന്നുവെന്ന് എവിടെ വേണമെങ്കിലും പറയാമെന്ന് സമ്മതിച്ചു. സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന സഹോദരൻ സമീറിനെ കാണാൻ സമ്മതിച്ചത് പിന്നീടാണ്. തുടർന്ന് ഇരുവരെയും 1ാം പ്രതി ഫക്രുദ്ദീനോടൊപ്പം വാഹനത്തിൽ കയറ്റി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അപ്പോഴും അനുജൻ സമീർ കുറ്റമേൽക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഏറ്റവും ആവശ്യമുള്ള കത്തി കണ്ടെടുക്കൽ എന്ന തെളിവെടുപ്പ് ഇല്യാസിനെ ഉപയോഗിച്ച് പൂർത്തിയാക്കി. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വീടിനടുത്തുള്ള ഓടയിൽ നിന്ന് പോലീസ് ഒരു കത്തി എടുപ്പിച്ചു. ഇങ്ങനെയാണ് ആ നടപടിയെക്കുറിച്ച് ഇല്യാസ് CBIക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് 1ാം പ്രതി ഫക്രുദ്ദീനെ താൻ കാണുന്നതെന്നും ഇല്യാസ് മൊഴിയിൽ പറയുന്നുണ്ട്. ഫക്രുദ്ദീനെ കുറിച്ച് സമീർ പോലീസിനോട് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കേസിൽ 1ാം പ്രതിയായി അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതറിഞ്ഞ ശേഷമാണ് വൈരാഗ്യത്തിൽ സഹോദരങ്ങളെ സമീറും ഇല്യാസും തനിക്കൊപ്പം കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന കള്ളമൊഴി ഇതേ ഫക്രുദ്ദീൻ നൽകിയത്. യാതൊരു പരിശോധനയും നടത്താതെ ഈ മൊഴി അതേപടി പരിഗണിച്ചാണ് ഇരുവരെയും പോലീസ് പ്രതിയാക്കുന്നത്. ഏതായാലും താൻ സ്റ്റേഷനിൽ ഹാജരായാൽ അനുജനെ വിട്ടയക്കാമെന്ന് പോലീസ് ഉത്തർപ്രദേശിലേക്ക് ഫോണിൽ വിളിച്ചറിയിച്ചത് ഇല്യാസ് ഓർത്തെങ്കിലും അധികം വൈകാതെ ഇല്യാസ് അടക്കം ആ കുടുംബം തിരിച്ചറിഞ്ഞു തങ്ങൾ ഇരുവരും പെട്ടുവെന്ന്. തൻ്റെ 2 മക്കളും ജയിലിലായി എന്നറിഞ്ഞ 80 പിന്നിട്ട അമ്മ പിന്നീട് 10 ദിവസം കൂടി അവിടെ തങ്ങി പലരുടെ കാല് പിടിച്ച് രക്ഷയില്ലാതെ ഉത്തർപ്രദേശിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിന് സമാനമാണ് സഹോദരൻ സമീർ അലിയുടെ മൊഴിയും. ആ സമയം എൻ്റെ അമ്മയോടും ബന്ധുക്കളോടുമൊപ്പം കേരളത്തിലെത്തിയ എൻ്റെ ചേട്ടൻ ഇല്യാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങളെ 2 പേരെയും പോലീസ് മാരകമായി ഉപദ്രവിച്ചു. എന്നാൽ ഞാൻ കുറ്റം സമ്മതിച്ചില്ല. പിന്നീട് എന്നെയും ചേട്ടനെയും പോലീസ് കൊല നടന്ന വീട്ടിൽ കൊണ്ടുപോയി എന്തൊക്കെയോ നടപടികൾ ചെയ്തു. എന്നോട് ഒരു കത്തി എടുത്തു കൊടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ കുറ്റം ചെയ്യാത്തതിനാൽ സമ്മതിച്ചില്ല. എൻ്റെ ചേട്ടനെ കൊണ്ടുപോയി പോലീസ് വീടിന് സമീപത്തുള്ള ഒരു ഓടയിൽ നിന്ന് ഒരു കത്തി എടുത്തു. പോലീസ് വ്യാജ കത്തി ഉണ്ടാക്കിയ ശേഷം ഇവരെ ഉപയോഗിച്ച് നടത്തിയ തെളിവെടുപ്പ് നാടകത്തെക്കുറിച്ച് സമീർ വിശദീകരിക്കുന്നത് ഇങ്ങനെ: റിക്കവറി ഓഫ് ദ നൈഫ് വാസ് എ ഡ്രാമ പ്രിപ്പയർഡ് ബൈ ദ പോലീസ് എന്ന് 2022 ജൂൺ 30 സമർപ്പിച്ച റിപ്പോർട്ടിൽ CBI വ്യക്തമായി പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഓടയിൽ നിന്ന് ഇല്യാസ് എടുത്തു നൽകിയെന്ന് പോലീസ് അവകാശപ്പെടുന്ന തെളിവെടുപ്പിന് സാക്ഷികളായി മഹസറിൽ പേര് ഉൾപ്പെടുത്തിയിരുന്ന 2 പേരും അക്കാര്യത്തിൽ പോലീസിനെ തള്ളി CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. വേറെയും പല സാക്ഷികളും പോലീസ് എഴുതി ചേർത്ത മൊഴി നിഷേധിച്ച് CBIക്ക് മുന്നിലെത്തി. ഇതിനെല്ലാം പുറമെയാണ് വൃദ്ധദമ്പതികളെ കൊലപ്പെടുത്തി കവർച്ച ചെയ്തെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശിലെത്തി ഇല്യാസിന്റെ അമ്മയുടെ കയ്യിൽ കിടന്ന വളകൾ തൊണ്ടി എന്ന് പറഞ്ഞ് ഊരി വാങ്ങി കോടതിയിലെത്തിച്ചത്. അവിടെ എത്തിയപ്പോൾ അതൊരെണ്ണവും സ്വർണ്ണമല്ലെന്നും കേസുമായി ഒരു ബന്ധവുമില്ലെന്നും തിരിച്ചറിഞ്ഞു. ഇങ്ങനെയെല്ലാമാണ് 3 പ്രതികളെ ചേർത്ത് പോലീസ് നൽകിയ കുറ്റപത്രം CBI പൊളിച്ചെഴുതി 2 പേരെ വിട്ടയച്ചത്. ഇപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ട മൊഴി നൽകിയ ഇല്യാസിന് 61 വയസ്സാണ് 2022 പ്രായം. ഒന്നും അറിയാത്ത അയാളെ ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തി 4 വർഷത്തോളം ഈ കേരളത്തിൽ ജയിലിലിട്ടു. സഹോദരൻ സമീർ അലിയും കിടക്കേണ്ടി വന്നു. അത്ര തന്നെ. വാർദ്ധക്യത്തിലേക്ക് എത്തിയ ശിഷ്ടജീവിതം ഈ കുരുക്കിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കേസ് നടത്താൻ ആകെ ഉണ്ടായിരുന്ന ഒരു തുണ്ട് ഭൂമി കൂടി വിൽക്കേണ്ടി വന്നു ഈ പട്ടിണി പാവങ്ങൾക്ക്.
ഈ മൊഴികളെല്ലാം ദ്വിഭാഷികളുടെ സഹായത്തോടെ വായിച്ച് കേൾപ്പിച്ചാണ് CBI രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പ്രതികൾക്കോ സാക്ഷികൾക്കോ ഒരു മൊഴിയും വായിച്ച് കേൾപ്പിച്ച് ഉറപ്പുവരുത്തിയിരുന്നില്ല. ഇങ്ങനെയെല്ലാം തട്ടിപ്പുകളുടെ പരമ്പരയായിരുന്നു സംസ്ഥാന പോലീസിന്റെ അന്വേഷണം. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് തിരുവല്ല DYSP ആയിരുന്ന, പിന്നീട് IPS നേടി SP ആയി വിരമിച്ച തമ്പി S ദുർഗാദത്ത്, ഈ കേസ് നടക്കുമ്പോൾ മല്ലപ്പള്ളി CI ആയിരുന്ന ബിനു വർഗീസ്, പന്തളം SI ആയിരുന്ന B വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘത്തിനെതിരെ കടുത്ത നടപടിക്ക് CBI ചീഫ് സെക്രട്ടറിക്ക് ശുപാർശ നൽകിയത്. 2022 തന്നെ നൽകിയ ശുപാർശയിൽ നടപടി എന്തെങ്കിലും ഉണ്ടായതായി ഇതുവരെയും അറിവില്ല.